Hi everybody, welcome back to my channel for the sake of love and peace. ആ പേര് എൻ്റെ ചാനലിൻ്റെ പേര് അർത്ഥമാക്കുന്നത് പോലെ തന്നെ ലവ് ആൻഡ് പീസ് തന്നെയാണ് എൻ്റെ ഉദ്ദേശവും. അപ്പോൾ എൻ്റെ ഈ ജേർണിയിൽ എന്നോടൊപ്പം ചേർന്ന സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണവർക്കും താങ്ക്സ് ഉണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ നടന്ന ഈ ലാസ്റ്റ് വീക്കിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 2 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ മദർ ഇൻ ലോ മരണപ്പെടുകയുണ്ടായി. ഫോർ ദ ലാസ്റ്റ് 4 years we have been not in contact with them due to very strong personal reasons. മദർ ഇൻ ലോ അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് കിടക്കണ ആ സമയത്ത് നെയ്ബർഹുഡിലൊരു പേഴ്സൺ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരെ പോയി കാണണം, അവർക്ക് ഏത് നിമിഷം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അത് വെരി മച്ച് പേഴ്സണൽ ആണ്. അത് മനസ്സിലായി എങ്കിലും അതോടൊപ്പം അവരൊരു കാര്യം കൂടി എൻ്റെ അടുത്ത് കൂട്ടിച്ചേർത്തു. അതായത് നമുക്കും നാളെ ഇതുപോലെ സംഭവിക്കാം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നമുക്കും നാളെ ഇതുപോലെ സംഭവിക്കാം എന്ന് പറഞ്ഞാൽ ഏതുപോലെ? നമ്മളും നാളെ മരിക്കും എന്നാണോ, മരിക്കാൻ കിടക്കും എന്നാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെല്ലാവരും മരിക്കാൻ കിടക്കും, സീരിയസ് ആയിട്ട് കിടക്കും. ദിസ് ഈസ് ഓൾ ഹാപ്പനിങ് ടുവേർഡ്സ് ഓൾ ഓഫ് അസ്. ഡെത്ത് ഈസ് സർട്ടൻ ടു ഓൾ ഓഫ് അസ്. അത് ഉറപ്പാണ്, മരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഈ മരിക്കാൻ പോണ നേരത്ത് പോയി കണ്ടതുകൊണ്ട് മരിക്കാൻ പോണ ആൾക്കോ പോയി കാണണ എനിക്കോ അല്ലെങ്കിൽ നമുക്കോ ഈ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ആൾക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഫോൾസ് ബിലീഫ്സിനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും റിച്വൽസ്, അനാചാരങ്ങൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത് എന്ന് പറയുന്നവർക്ക് അതുപോലെ ആവാം. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ദെയർ ചോയ്സ് ഓർ യുവർ ചോയ്സ്. അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ട്രൂ ആയിട്ട് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് അതിന് ഫീൽ ചെയ്ത കാര്യം ഈ പറഞ്ഞ പോലെ ഈ മരിക്കാൻ പോണ ആ ടൈമിൽ ഞാൻ ഓടിച്ചെന്ന് കാണുന്നത് കൊണ്ടോ എനിക്കോ മരിക്കാൻ പോണ ആൾക്കോ എന്നെ പറഞ്ഞു വിട്ട ആൾക്കോ എന്തെങ്കിലും ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ ഇത് കേൾക്കണവർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തൊരു വ്യക്തിയാണ്, എൻ്റെ മദർ ഇൻ ലോയെ 4 years ആയിട്ട് ഞാൻ കാണാൻ പോയിട്ടില്ല, ഞങ്ങൾ കണക്ഷൻസ് ഇല്ല. മരിക്കാൻ പോണ സമയത്തും ആ പേഴ്സൺ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയില്ല. ഇതൊക്കെ ഇത്രയും പബ്ലിക്കായിട്ട് ഞാൻ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തൊരു ലേഡിയാണ് എന്ന്. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ വിലയിരുത്തലുകൾ അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് എൻ്റേതായ സത്യങ്ങളുണ്ട്, എൻ്റേതായ ചില ശരികളുണ്ട്. ആ ശരികളിൽ കൂടി സഞ്ചരിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ചുറ്റും നടക്കണ ഒരു ഇൻസിഡൻറ്റിനെ എനിക്ക് ഓർമ്മ വരികയാണ്. അതായത് ഇൻസിഡൻ്റ് അല്ല, ഒരു ആചാരം. അതായത് ഒരാൾ മരിച്ചു. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട്, കുറേ നാളുകളായിട്ട് അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, അവരെ കാണാറുമില്ല, ഒന്നുമില്ലാത്ത ഒരാൾ, അങ്ങ് തലസ്ഥാനത്ത് കിടക്കുന്ന ഒരാൾ ഓടി വന്ന് ഈ മരിച്ച ബോഡി കാണാൻ വരികയാണ്. എന്താണ് അതിൽ അർത്ഥമുള്ളത്? ഈ ബോഡി കാണാൻ വരുമ്പോൾ അത് ബോഡിയാണ്, ഡെഡ് ബോഡിയായി. ആ പേഴ്സണെ ജീവിച്ചിരിക്കുമ്പോൾ കണ്ടോ നിങ്ങൾ?
ജീവിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഈ ജീവിച്ചിരിക്കുമ്പോൾ കാണാതെ ഈ മരിച്ചു കഴിയുമ്പോൾ ഓടിച്ചെന്ന് കാണുന്നു. ആ കാണുന്നതുകൊണ്ട് ഈ കാണുന്ന വ്യക്തിക്കോ മരിച്ചു പോയ വ്യക്തിക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ? ഇപ്പം മരിച്ചു പോയ വ്യക്തിയെ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്നത് മറ്റുള്ളവർ കാണുന്നുണ്ട്. അപ്പം അതെന്താണ്? അത് സൊസൈറ്റിയെ ബോധ്യപ്പെടുത്തലാണ്. ഒരാൾ മരിച്ചു, ഞാൻ അയാളെ കാണാൻ വന്നു എന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോധ്യപ്പെടുത്തലാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ട കർമ്മങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്ത്, ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ മരിച്ചവരെ കാണാൻ പോകണ്ടേ, അതൊന്നും ചെയ്യണ്ടേ എന്നൊന്നുമില്ല. എല്ലാവരുടെയും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് ചെയ്യാം. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ്. അത് ആർക്ക് വേണമെങ്കിലും റിജക്റ്റ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കാണാൻ പോയില്ല. അപ്പോൾ ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ വലിയൊരു തെറ്റുകാരിയാണ്, സമൂഹത്തിൻ്റെ മുമ്പിൽ. അതായത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണത്, ഞാൻ പോയായിരുന്നെങ്കിൽ ഈ സമൂഹം എന്നെ ശരിയാണെന്ന് വിളിച്ചേനെ. എനിക്കങ്ങനെ സമൂഹത്തിൻ്റെ ശരിയും തെറ്റുമല്ല, എൻ്റെ ശരിയും തെറ്റും. അപ്പം അതുകൊണ്ടാണ് ഇത്രയും പബ്ലിക്കായിട്ട് ഞാനത് വന്ന് പറയണത്. അതിൽ എനിക്ക് എൻ്റെ ഹാർട്ട്, അതായത് എൻ്റെ ഹൃദയത്തിന് ശരി എന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ പിന്നിൽ ഉള്ള റീസൺസ് എല്ലാം എനിക്ക് പബ്ലിക്കായിട്ട് വന്ന് പറയാൻ പറ്റിയ കാര്യങ്ങളല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അതിലൂടെ പറഞ്ഞു വരുന്നത്, ആ ഒരു ഇൻസിഡൻറ്റിലൂടെ നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായത് നമ്മളുടെ വേണ്ടപ്പെട്ടവരായാലും നമ്മുടെ ചുറ്റുമുള്ളവരായാലും നമ്മൾ സ്നേഹിക്കുന്ന ആരായാലും നമുക്ക് കാണാൻ പറ്റിയവർ ജീവിച്ചിരിക്കുമ്പോൾ പോയി കണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്തു കൊടുക്കുക. അത് ആരായാലും ആർക്കായാലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാക്സിമം ഞാൻ അത് പാരൻസിൻ്റെ വീഡിയോയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മരിച്ചു കഴിയുമ്പോൾ പോയി കാണണ്ട എന്നല്ല. മരിച്ചു കഴിയുമ്പോൾ മാത്രം ഓടിപ്പോയി കാണുന്നതിന് പകരം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മരിച്ചു കഴിയുമ്പോൾ പോയി കാണണ്ട എന്നല്ല, മരിച്ചു കഴിയുമ്പോൾ അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് കാണാൻ വേണ്ടി ഒന്നും ചെയ്യാതെ ഓടിച്ചെന്ന് മരിച്ച ബോഡി കാണുന്നതിന് പകരം ഏത് വ്യക്തികളായാലും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നമുക്ക് പറ്റാവുന്നത്ര മാക്സിമം കാണാനും സംസാരിക്കാനും സമയം ചെലവഴിക്കാനും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനും സ്നേഹത്തോടു കൂടി ചെയ്തു കൊടുക്കാനും കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല കാര്യം. ദിസ് ഇസ് മൈ ട്രൂത്ത്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആകാം, എന്ത് ചെയ്യോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ 4 വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ മദറിൻലോ ആയിട്ട് കോണ്ടാക്ട്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് അവരോട് പ്രത്യേകിച്ച് വൈരാഗ്യമോ ദേഷ്യമോ അറപ്പോ വെറുപ്പോ ഒന്നുമില്ല. എൻ്റെ മനസ്സിൻ്റെ അകത്ത് സ്നേഹം മാത്രമേ ഉള്ളൂ. അതെനിക്ക് ആരെയും പൊളിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെതായ ചില ശരികളും തെറ്റുകളുമുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ചില കാര്യങ്ങൾ. ഇപ്പം കേൾക്കണവർ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ മരിച്ചുപോയ അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന വ്യക്തിയോട് വൈരാഗ്യവും ദേഷ്യവും ഒന്നും പാടില്ല. ആ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. എനിക്ക് ഒരു ദേഷ്യവും വൈരാഗ്യവും ഒരു പ്രശ്നങ്ങളും ഇല്ല. ബിക്കോസ് ദാറ്റ് വിൽ എഫക്റ്റ് മീ. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് മുഴുവൻ എന്നെയാണ് എഫക്റ്റ് ചെയ്യുള്ളൂ, അവർക്ക് മാത്രമല്ല എന്നെയാണ് എഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഫോർഗീവ് ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഞാൻ ക്ഷമിച്ചു, പക്ഷെ എനിക്ക് മറക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു സത്യം.
പിന്നെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്ന ആ പേഴ്സൺ ഉണ്ടല്ലോ, ആ പേഴ്സൺ പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ നമുക്കും ഇങ്ങനെയൊക്കെ വരാം, നമുക്കും നാളെ എന്താവുമെന്നറിയില്ല. ശരിയാണ്, നമുക്കും നാളെ എന്താവുമെന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഇന്നുകളെ നല്ലതാക്കണം. നാളെ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നുകളെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ നാളെ നമുക്ക് കൂടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ ഇന്ന് ചെയ്യണ ഓരോ പ്രവൃത്തികളും, ഓരോരുത്തരോട് പെരുമാറുന്നതും, ഓരോരുത്തരോട് ചെയ്യുന്നതും എല്ലാം നമുക്കും നാളെ വരും. ഇപ്പം ആ പേഴ്സൺ എൻ്റെ അടുത്ത് പറഞ്ഞത് അതാണല്ലോ, നമുക്കും നാളെ ഇത് സംഭവിക്കാം. ശരിയാണ്, എനിക്കും സംഭവിക്കാം. ഐ ആം കംപ്ലീറ്റ്ലി അവെയർ ഓഫ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ നാളെ എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറിനെ ഉദ്ദേശിച്ചിട്ടാണല്ലോ. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ നമ്മളുടെ കൈകളിൽ തന്നെയാണ്. എന്തുകൊണ്ടെന്താ വെച്ചാൽ നമ്മുടെ ഇന്നത്തെ പ്രവൃത്തികളാണ് നമ്മളെ നാളത്തെ ഫ്യൂച്ചറിനെ നിശ്ചയിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് നമ്മുടെ ചുറ്റുമുള്ളവരോടും നമ്മൾ വഴിയിൽ കാണുന്നവരോടും നമ്മുടെ ലൈഫിലൂടെ ആരൊക്കെ കടന്നു പോകുന്നുണ്ടോ അവരോടൊക്കെ നമ്മൾ നല്ല രീതിയിൽ പെരുമാറാനും നല്ല രീതിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നമ്മൾ ഇന്നേ മനസ്സ് വയ്ക്കുക. അപ്പോൾ നമ്മളുടെ നാളെയോർത്ത് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ നാളെയോർത്ത് ഒരു പേടിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് കഴിയാവുന്ന മാക്സിമം, എന്നെക്കൊണ്ട് കഴിയാവുന്ന ദി ബെസ്റ്റ് ഞാൻ എനിക്ക് ചുറ്റുമുള്ളവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ നാളെ എനിക്ക് ഭയങ്കര സുഖം ഉണ്ടാവും എന്നല്ല ഞാൻ പറയണത്. എനിക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ള, നാളെ എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും, മരിക്കാറായാലും മരിച്ചാലും അതിന് വേണ്ട കാര്യങ്ങൾ എല്ലാം ഭംഗിയായിട്ട് നടക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അത് ബിക്കോസ് ഓഫ് മൈ ആക്ഷൻസ് ടുഡേ. ഈ വീഡിയോ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയിട്ടുണ്ടല്ലേ. കാണാൻ സമയമുള്ളവരും കേൾക്കാൻ താല്പര്യമുള്ളവരും മാത്രം സമയമെടുത്ത് സന്തോഷത്തോടു കൂടി കാണുക. അല്ലാതെ അപ്പം ഈ ഒരു കാര്യങ്ങൾ കുറച്ചും എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ 2 പോയിന്റ്സാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മരിച്ചെന്ന് കേൾക്കുമ്പോൾ ഓടിക്കാണാൻ പോവാം. ആ മരിച്ച വ്യക്തിയെ കണ്ടിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. അങ്ങനെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അതിനു മുമ്പ് നമുക്ക് കാണാൻ പറ്റുന്ന മനുഷ്യരെ, നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മൾ പോയി കാണുക, അന്വേഷിക്കുക, സംസാരിക്കുക, പറ്റണ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. സെക്കൻഡ് പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, അവരെ പറഞ്ഞു നമുക്കും നാളേക്ക് അങ്ങനെ സംഭവിക്കാം. ശരിയാണ്, എല്ലാവർക്കും സംഭവിക്കാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതിന് നമുക്കൊരു പ്രിക്കോഷൻ എന്താണ്? നമ്മളുടെ ഇന്നത്തെ പ്രവൃത്തികൾ നല്ലതാക്കുക. ഇന്ന് നമ്മൾ കാണുന്നവരോട് വളരെ സ്നേഹത്തോട് പെരുമാറാൻ പഠിക്കുക. അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പ് ചെയ്തു കൊടുക്കുക. നല്ല രീതിയിൽ പെരുമാറുക. അവരിങ്ങോട്ട് അറ്റാക്ക് ചെയ്താലും ദേഷ്യപ്പെട്ടാലും നമ്മൾ നല്ല രീതിയിൽ പെരുമാറുക. അപ്പം നമ്മളുടെ കയ്യിലിരിക്കും നമ്മളുടെ ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ നാളത്തെ ഓർത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇന്നത്തെ പ്രവൃത്തികൾ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഫൈൻ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും നന്നായിട്ട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി പെരുമാറാൻ കഴിയട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ് മീ.